നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ ചിത്തരിപ്പീഠം ശിവരാജ യോഗി സംസാരിക്കുന്നു. ഇപ്പോൾ തിരുനവായ ക്ഷേത്രത്തിനെക്കുറിച്ച് അതിൽ വരുന്ന മഹാമഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് കുറിച്ച് തമിഴ് ലിറ്ററേച്ചറിൽ എന്തൊക്കെ പറയുന്നതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഈ ക്ഷേത്രം 3500 കൊല്ലത്തിന് മുമ്പ് പഴക്കമുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ റെക്കോർഡ്സൊക്കെ തമിഴിലുള്ളതാണ്. തമിഴിൽ ഇത് എന്ത് പറയുന്നതെന്ന് വെച്ചാൽ 9 യോഗികൾ നവയോഗികൾ ഇവിടെ വന്ന് തപസ് ചെയ്ത് അനുഗ്രഹം കിട്ടിയത് കൊണ്ട് നവയോഗികൾ എന്നുള്ളതാണ് മാറി, ഇപ്പോൾ തിരുനവായ എന്ന് മാറി എന്നുള്ളതാണ് തമിഴിൽ കാണപ്പെടുന്നത്. അതുമാത്രമല്ല, അവിടെ ഉള്ള 12 ആൾവാർകളിൽ നമ്മാൾവാർ, തിരുമങ്കൈ ആൾവാർ രണ്ടുപേരൊന്ന് മംഗളശാസനം ചെയ്തിട്ടുണ്ട്. അതുമാത്രം 108 തിരുപ്പതികളിൽ ഇത് 66வது തിരുപ്പതികളാണ്. ഇവിടെ ഗജേന്ദ്ര മോക്ഷം കിട്ടിയതായിട്ടും ഉള്ള ഹിസ്റ്ററി ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്ന് ഈ മഹാമഹം കുംഭകോണത്തിൽ പറയുന്നു, കുടമൂക്ക് അതോ കുംഭകോണം, അവിടെ വന്ന് പറയുന്ന അതേ ഇൻറ്റൻസിറ്റിയിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിനെ ചേരമാൻ പെരുമാളുടെ പീരീഡ് വരെ അത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ സമയത്ത് മഹാമഹം 12 കൊല്ലത്തിനൊരുക്കെ വരുന്ന മഹാമഹത്തിൽ ഈ ഗംഗ, കാവേരി, ഗോദാവരി ഇങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ പുണ്യതീർത്ഥത്തിലൊന്നും ഇവിടെ വന്ന് ഡിവൈൻ എനർജി ഇറങ്ങുന്നത്. ആ സമയത്ത് കുളിച്ചാൽ പാവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളവർക്ക് വിശ്വസിക്കും നെഗറ്റീവ് എനർജി റിമൂവൽ, പോസിറ്റീവ് എനർജി നെക്ടാർ, ഡിവൈൻ എനർജി എന്ന് ഇറങ്ങുമ്പോൾ അവിടെ കുളിക്കുമ്പോൾ മനുഷ്യൻ്റെ ദേഹത്ത് ആസ്ട്രൽ ബോഡിയിൽ സ്റ്റോറായിരിക്കുന്ന നെഗറ്റീവ് എനർജിക്ക് മാറിക്കിട്ടും. അപ്പോൾ അസുഖങ്ങളുണ്ടാവില്ല, മനസ്സിന് സ്വസ്ഥത ഉണ്ടാവും, മേൽക്കൊണ്ട് ജീവിതം നല്ല രീതിയിൽ അമയും. ഇതിനാണ് ഇവിടെ കുളിക്കുന്നതിനുള്ള വിശേഷങ്ങൾ. അത് സംബന്ധിച്ചുള്ള പുരാണങ്ങളിലായിരുന്നാലും സയൻസ് ഇതാണ്. അതുകൊണ്ട് ഇതിൽ എല്ലാവരും പങ്കേറ്റ് പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുകയാണ്. നന്ദി, നമസ്കാരം.